എല്ലാവർക്കും ബ്രൈറ്റ് ബോർഡിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് കേരള സിലബസിന്റെ ഇംഗ്ലീഷിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ നമ്മളെ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്കോഴ്സസ് എത്രമാത്രം നമുക്കറിയാം, നമ്മൾ എത്രമാത്രം അതിൽ പ്രൊഫഷൻസ് ആണ്, എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലേക്ക് എടുക്കാം. ആദ്യത്തെ ഡിസ്കസസ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹിന്റുകൾ തന്നിട്ട് അത് വെച്ചിട്ട് ഒരു ബയോഡാറ്റ എന്ന രീതിയിൽ എഴുതുന്നതിനാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയാം. അപ്പം നമുക്കൊരു പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഹിന്റുകൾ വെച്ചിട്ട് നമ്മൾ സെന്റൻസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ സെന്റൻസുകൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കും. വെറുതെ വാരി വലിച്ച് എഴുതി പോകരുത്. ഷോർട്ടായിട്ടുള്ള സെന്റൻസുകൾ ഡെവലപ്പ് ചെയ്യുകയും അതിന് സിംഗിൾ പാരഗ്രാഫിൽ വേണമല്ലോ നമ്മൾ പ്രൊഫൈൽ എഴുതാൻ. അതിന് എവിടെയാണോ പൊസിഷൻ ചെയ്യേണ്ടത് അവിടെ പൊസിഷൻ ചെയ്യണം. അതായത് നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇപ്പം ഒരാളുടെ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് അയാളുടെ ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വേണം കൊടുക്കാൻ. അത് സെന്റൻസിന്റെ നടുവിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ അതിന്റെ ക്രൊണോളജി അനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ പാരഗ്രാഫിൽ ആഡ് ചെയ്യാം. നമ്മൾ അതുപോലെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് നമുക്കൊരു സ്ട്രോങ് സ്റ്റാർട്ടിങ്, ഒരു സ്ട്രോങ് ബിഗിനിങ്ങും അതേപോലെ ഒരു സ്ട്രോങ് കൺക്ലൂഷൻ ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഇൻട്രൊഡക്ടറി ആസ് വെൽ ആസ് കൺക്ലൂസീവ് ലൈൻസ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരിക്കും. അതേപോലെ പ്രൊഫൈലിൽ മറക്കരുത് നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്യുക. നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത് ആരെക്കുറിച്ചാണ് അയാളുടെ പേരിന് ടൈറ്റിലായിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ബർത്ത് ഡേറ്റ് പറയുന്ന സമയത്ത് പാസീവ് ഫോംസ് യൂസ് ചെയ്യും. വാസ് ബോൺ ഓൺ അല്ലെങ്കിൽ വാസ് ബോൺ ഇൻ ദിസ് ഇയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം ഉപയോഗിക്കാം. ഇനി വരുന്നത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഹി കറന്റ്ലി ലിവ്സ് ഇൻ ബോംബെ അല്ലെങ്കിൽ ഹി റൈറ്റ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റൈൽ അങ്ങനെയൊക്കെ. എന്നാൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രസന്റ് ടെൻസ് തന്നെയാണ് അവിടെ. ഹിസ് വേർഡ്സ് ആർ ദിസ് ഹി യൂസ് ടു റൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളിവിടെ ബരാക് ഒബാമയുടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കൂ. നമുക്ക് ഹിൻസ് ഒന്നും നമുക്ക് വേർതിരിച്ച് തന്നിട്ടില്ല. അതായത് ഹിൻസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. നമ്മൾ അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ചിട്ട് വേണം എഴുതാൻ. ആദ്യം അദ്ദേഹം ജനിച്ചത് എന്നാണ്, എവിടെയാണ്, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് എന്തൊക്കെ അവാർഡുകൾ കിട്ടി, അദ്ദേഹത്തിന് നോട്ടബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കുകൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്. ഈ രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. അതായത് നമുക്കൊരു ചെതറിക്കിടക്കുന്നത് എന്ന് പറയില്ല, ഏറ്റവും ഓർഡർ അല്ലാത്ത ടൈപ്പിൽ ഹിൻസ് തന്നിട്ട് നമ്മൾ ഓർഡർ ആക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമുക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവും. ബർത്ത് ഈ ഇയർ അല്ലെങ്കിൽ ഈ സ്ഥലം, കല്യാണം കഴിച്ചത് ഇയാളെ, ആരാണ്, മേജർ വർക്ക് എന്താണ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. ആ ക്വസ്റ്റ്യന്റെ രീതിയിൽ നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പോയിട്ടുണ്ട്, ഇംഗ്ലീഷ് റൈറ്ററിന്റെ ബയോഗ്രഫിയുടെ പ്രൊഫൈലിനുള്ള ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എങ്ങനെ അത് എഴുതണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അവരുടെ വർക്കുകളെ കുറിച്ച് എഴുതുന്ന സമയത്തൊക്കെ അതൊന്ന് എടുത്ത് കാണുന്ന രീതിയിൽ എഴുതുക. അത് ഒട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഏത് വേർഡ്സ് ക്യാപിറ്റൽ ആക്കണം, ഏത് വേർഡ്സ് സ്മോൾ വേർഡ്സ് ആക്കണം എന്നുള്ളതിൽ എഴുതുക. അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് കോമാസ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലായിട്ട് എഴുതുക, അങ്ങനെയൊക്കെ. പിന്നെ ഒരിക്കലും നിങ്ങൾ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഹിൻസ് തരുന്നതാണ്. അപ്പൊ തന്നിട്ടുള്ള ഹിൻസ് തെറ്റിക്കരുത്, വർഷമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, SCRT ക്വസ്റ്റ്യൻ പോയിട്ട്. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് DH ലോറൻസ് യൂസിംഗ് ദ ഹിൻസ് ഗിവൻ ബിലോ. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്. അദ്ദേഹം ലേഡി ഷാർലറ്റ്സ് ലവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് അത് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ആക്കണം. അതേപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്
നമുക്ക് കാണാൻ പറ്റുന്നതാണ് ലിയോ ടോൾസ്റ്റോയ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആരെ പ്രൊഫൈലായിരിക്കും ചോദിക്കുക എന്നുള്ളത്. എന്നാലോ നമ്മളൊരു 2 ദിവസം ചെയ്തു പോയാൽ നമുക്ക് മനസ്സിലാവും ഏതൊരാളുടെ പ്രൊഫൈൽ എഴുതുന്നാലും ഈ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പ്രൊഫൈലിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.